ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടാൽ മതി, അത് ഉപ്പിനെ വലിച്ചെടുക്കും. പാചകത്തിൽ നിങ്ങൾ ആദ്യം പഠിച്ച പൊടിക്കൈകൾ എന്തൊക്കെയാണ്? എല്ലാവരും പാചകം ചെയ്യുന്നൊന്നുമല്ല. എനിക്കൊന്ന് ബോയ്സ് കുറവാണ് പൊതുവെ പാചകം ചെയ്യുന്നത്. പക്ഷേ ഞാൻ ചെറുതായിട്ടൊക്കെ പാചകം ചെയ്യും. അതായത് മുട്ട ബുൾസൈ ഉണ്ടാക്കും, നൂഡിൽസ് ഉണ്ടാക്കും. വലിയ സംഭവം ഒന്നുമല്ലെന്ന് അറിയാം. അങ്ങനെ പിന്നെ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുള്ളത് അവിയലൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. തോരൻ, എന്തോ തോരൻ, മുട്ടത്തോരൻ ഉണ്ടാക്കും. പിന്നെ വലിയ തോരനൊന്നും അല്ല കേട്ടോ. പിന്നെ ചിക്കൻ ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പം ചെറിയ രീതിയിൽ സഹായിക്കും. വീട്ടിൽ നമ്മൾ സവോള അരിയാനൊക്കെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾ മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാചകത്തിലെ കുറേ അറിവുകൾ കിട്ടും. അതായത് വലിയ ബിരിയാണി ഉണ്ടാക്കുന്നതോ അതൊന്നുമല്ല. ഈ സംഭവമൊക്കെ ഞാനിത് വായിച്ചപ്പോഴേ ഇതൊക്കെ ഉള്ളതാണോ എൻ്റെ ദൈവമേ, ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ ഓരോന്നോരോന്ന് വായിച്ചു തരാം. അപ്പം നമുക്ക് ഓരോ പൊടിക്കയായിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് തന്നെ ഞെട്ടിച്ചു കേട്ടോ. ആദ്യമായി പഠിച്ചത് ഉള്ളി അരിയുമ്പോൾ ചെവിയിൽ ഒരു ചെറിയ പീസ് വെച്ചാൽ കണ്ണ് നിറില്ല എന്നുള്ളതാണ്. ഉള്ളി അരിയുമ്പോൾ ചെറിയ പീസ് കൊണ്ട് ചെവി വെച്ചാൽ കണ്ണ് നീറില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് ഉള്ളതാണോ എന്ന്. എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക. ഞാൻ ഇത് കഴിഞ്ഞോണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതെന്ത് സയൻസാണ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ? ഈ പോയിന്റ്സ് എല്ലാം പറയുന്നത് നമ്മുടെ കോറയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആൻസർ പറഞ്ഞ അശ്വസ്ഥ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്നുള്ള ആൻസറാണ്. ഞാൻ കുറേ വ്യത്യസ്ത പ്രൊഫൈലിൽ നിന്ന് ആൻസർ വായിക്കുന്നുണ്ട്. അടുത്ത ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പോൾ പഴം കൂട്ടിച്ചേർത്താൽ മാവ് സോഫ്റ്റ് ആവും. അതൊരു ഐഡിയ കേട്ടോ. കുഴച്ച മാവ് കുറച്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നത് ചപ്പാത്തിക്ക് കൂടുതൽ ജീവൻ നൽകും. അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് അമ്മ എടുത്ത് പറഞ്ഞു കൊടുക്കുക. ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പോൾ അതിനകത്ത് കുറച്ച് പഴം ഇട്ട് സോഫ്റ്റ് ആവും. പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്താൽ ഇച്ചിരിയോടെ നല്ല ജീവൻ വെക്കുന്നത് ചപ്പാത്തിക്ക്. ഞാൻ എന്തായാലും അമ്മ എടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉള്ളതാണോ ചെക്ക് ചെയ്യണം. അടുത്ത ഭയങ്കര യൂസ്ഫുൾ സാധനമാണ്. ഇത് ഉള്ളതാണെന്ന് അറിയാൻ വയ്യ. കറികളിൽ ഉപ്പ് കൂടിയാൽ ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടാൽ മതി, അത് ഉപ്പിനെ വലിച്ചെടുക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് ഉള്ളതാണെന്ന്. ഞാൻ ഇതുവരെ ഇത് കേട്ടിട്ടില്ല. ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടാൽ ഉപ്പിനെ വലിച്ചെടുക്കും. അപ്പോൾ ഒരാൾ അനുഭവം പറയുന്നത് നല്ലത്. അപ്പോൾ ഇത് ഉള്ളത് തന്നെ ആയിരിക്കും. കാരണം ഈ പ്രൊഫൈൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഫോളോവേഴ്സൊക്കെയുള്ള പ്രൊഫൈലാണ്. പിന്നെ നമ്മുടെ എല്ലാവരും ബെസ്റ്റാണ് പഞ്ചസാര ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചാൽ ഉള്ള കറുത്തുറുമ്പ്. മെയിൻ വില്ലൻ കറുത്തുറുമ്പാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ എന്ത് ഉറുമ്പാകുന്ന അറിയാം. നമ്മുടെ വീട്ടിൽ ഫുൾ കറുത്തുറുമ്പിൻ്റെ കളിയാണ്, ഫുൾ ഘോഷയാത്രയാണ്. അപ്പം പഞ്ചസാരയിൽ ഉറുമ്പ് കയറാതിരിക്കാൻ 2-3 ഗ്രാമ്പൂ കൂടി ഇട്ട് വെച്ചാൽ മതി എന്ന് കേട്ടിട്ടുണ്ട്. ഇത് കേട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഞാനിത് കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗ്രാമ്പൂ ഇല്ല വീട്ടിലെ, ആ ഗ്രാമ്പൂ പഞ്ചസാരക്കകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് കയറത്തില്ല. ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ട്രൈ ചെയ്ത് നോക്കും. എല്ലാവരും മോര് കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എനിക്ക് പ്രത്യേകിച്ച് ചൂട് സമയത്തൊക്കെ മറ്റേ അച്ചാർ, മാങ്ങാച്ചാറും ഒക്കെ ഇട്ട് നമ്മുടെ ഇവിടെ സ്പെഷ്യൽ മോര് കിട്ടുന്ന സ്ഥലമുണ്ട്. മാങ്ങാച്ചാറ്, ഉപ്പ്, വേറെ ലെവൽ ടേസ്റ്റാണ്. അപ്പം മോര്, പച്ചമോര് ഉണ്ടാക്കുമ്പോൾ കാന്താരി, കറിവേപ്പില, ഇഞ്ചി സാധാരണ ഇടും. കറിവേപ്പില, ഇഞ്ചിയൊക്കെ സാധാരണ ഇടും. ഇവ കൂടാതെ ചെറിയ ഉള്ളി കൂടി ചതച്ച് ചേർത്താൽ മോരിന് തണുപ്പും രുചിയും കൂടും. ചെറിയ ഉള്ളിയില്ലേ, അതുകൂടെ ചതച്ച് ചേർത്താൽ മോര് അടിപൊളിയാവുമെന്ന് പറയുന്നു. മസ്റ്റ് ട്രൈ. ഞാനും ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ സംഭവങ്ങളൊന്നും നമുക്ക് ട്രൈ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ട്രൈ ചെയ്തെന്നും പറഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കത്തില്ല. ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇപ്പോഴും ചാനൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത പമ്മി അല്ല ഇരിപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒന്നും ചെയ്യാത്തതുണ്ട്. കമൻറ്റൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. പക്ഷേ ലൈക്ക് ഇത് സിമ്പിൾ പരിപാടിയാണ്, ഒരു മോട്ടിവേഷനാണ്. പിന്നെ യൂട്യൂബ് നമ്മുടെ വീഡിയോ കുറേ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും ചാൻസ് ഉണ്ട് ലൈക്ക് ചെയ്താൽ. ഇപ്പം തന്നെ പമ്മി ഇരിക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ പലർക്കും ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കുമല്ലോ അവൽ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അവൽ. പ്രത്യേകിച്ച് ഈ അവലിനകത്ത് വെള്ളം ഒഴിച്ച് പച്ചയ്ക്ക് അവൽ, ജസ്റ്റ് അവലിനകത്ത് മറ്റേ നമ്മുടെ അവലെ പഞ്ചസാര, തേങ്ങ ഇത് അഴിച്ചിട്ട് ചുമ്മാ എടുത്ത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം കുറച്ച് വെള്ളം, ഞാൻ പേഴ്സണലി ചെയ്യാറുണ്ട്. കുറച്ച് വെള്ളമൊക്കെ അഴിച്ച് കൊടുക്കുമ്പോൾ ഇച്ചിട്ടൊന്ന് നനഞ്ഞ് കിട്ടുമ്പോൾ ഇതിന് പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ഇതിൻ്റെ കൂടെ ശകലം പാല് ചേർത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നത്. അവൽ നനച്ചിട്ട് കുറച്ച് ഇവിടെ പൂച്ചകളുടെ പൂച്ച അപ്പോൾ അവൽ നനയ്ക്കുമ്പോൾ കുറച്ച് ചൂട് പാലൂടെ ചേർത്ത് കഴിഞ്ഞാൽ മൃദുത്വവും രുചിയും കൂടും. മസ്റ്റായിട്ട് ഞാൻ ട്രൈ ചെയ്യും. ഇതൊക്കെ എഴുതി എനിക്ക് ഇടണം. ഇത് നിങ്ങളെല്ലാം എഴുതിയിട്ടോ കേട്ടോ. മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനമാണ്. ഇതൊക്കെ കുറേ യൂസ്ഫുൾ ടിപ്സാണ്. കാരണം ഇതിൽ കൂടുതലും ഞാനിപ്പോഴാണ് കേൾക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതിൽ ഞാൻ കേട്ട കാര്യം ഞാനിപ്പോൾ പറയാം. അടുത്ത ടിപ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ടിപ്പ് തന്നെയാണ്. ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച ഉള്ളിയോ സവോളയോ അറിഞ്ഞാൽ കണ്ണേരിയൽ ഒഴിവാക്കാം. യെസ്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞാണ്. സവോള വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഉപ്പൊന്നും അധികം ആരും ഉപയോഗിക്കില്ല. ഒരു ലിമിറ്റ് ഉണ്ട് മനുഷ്യൻ. ഇപ്പോൾ സ്റ്റഡീസ് ലേറ്റസ്റ്റ് അനുസരിച്ച് ഇത്ര ഗ്രാം വേണ്ട ഉപ്പ്, ഗൂഗിളിൽ സെർച്ച് നോക്കി ഇത്ര ഗ്രാം ഉപ്പ് ഒരു ദിവസം മനുഷ്യൻ കഴിക്കാനുള്ളതാണ്. അത് കൂടുതൽ കുടിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. ചിലർക്ക് എന്തിനും ഏതിനും ചോറെടുക്കുമ്പോൾ ഉപ്പ്, ഞാൻ ഉൾപ്പെടെ കേട്ടോ. ചോറെടുക്കുമ്പോൾ ഉപ്പ്, അടുത്ത ചോറെടുക്കുമ്പോൾ ഉപ്പ്, അടുത്ത കറി എടുക്കുമ്പോൾ ഉപ്പ്, എന്തെടുത്താലും ഉപ്പ്. അധികം ഉപ്പ് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഇപ്പോഴേ അത് ശീലിച്ചാൽ നല്ലതായിരിക്കും.
ഈ ടിപ്പിൽ നിങ്ങൾക്കറിയാവുന്ന ടിപ്പ് ഏതൊക്കെയാണ് സമയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോവുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും അമ്മമാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇത് പലർക്കും യൂസ്ഫുൾ ആണ്. ഇത് കേൾക്കാത്തവർക്കും കേട്ടിട്ടില്ലാത്തവർക്കും കേട്ടവർക്ക് ഇത് അറിയാമെന്നാലും എനിക്കൊന്ന് ഇതിലൊക്കെ കുറച്ചെങ്കിലും കേൾക്കാത്തത് കാണാം. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ ഇൻഫർമേഷൻ വീഡിയോയ്ക്കായിട്ട് TTM വോയിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്, TTM വോയിസ് സെർച്ച് ചെയ്താൽ മതി. കൂടുതൽ വീണ്ടും കാണാം. എൻ്റെ പേര് വിഷ്ണു, TTM വോയിസിൽ. See you.